ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് പോപ്സ് അല്ലെങ്കിൽ പാർട്ടി പോപ്സ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ കേക്ക് വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷെ എപ്പോഴും നമ്മുടെ അടുത്ത് കേക്കൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഞാനിന്ന് കേക്കൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ലോലിപ്പോപ്പ് പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടും ചോക്ലേറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടെങ്കിൽ കേക്ക് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നീറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡിൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബട്ടർ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് മിൽക്ക് മെയ്ഡ് ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ പകുതി പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബോളാക്കുന്ന ആ ഒരു പരുവത്തിലെടുക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കാം, നമുക്കിത് പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ബോളായി കിട്ടുന്നുണ്ടോയെന്ന്. ബോളാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതുപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പകുതി ബ്രെഡ് ഇതുപോലെ വൈറ്റ് ഇതിലാണ് ചെയ്തെടുക്കുന്നത്. ബാക്കി പകുതിയിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി പകുതി ബ്രെഡിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് ബട്ടർ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 2 സ്പൂണോ 3 സ്പൂണോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആവശ്യത്തിന് ചോക്ലേറ്റ് ചേർത്ത് അതും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മിൽക്ക് ചോക്ലേറ്റോ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ടിലും ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ കോലാണ്, സ്റ്റിക്ക്. ഇതിപ്പോൾ ലോലിപോപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഈ ഒരു സ്റ്റിക്ക് അതിനകത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു ബോളിൽ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു കോലൊന്ന് നമ്മുടെ ചോക്ലേറ്റിലൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബോളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. അതൊരു 2 തവണ ഒന്ന് ചെയ്യുക കേട്ടോ. ആ ഒരു സ്റ്റിക്ക് ആ ബോളിലേക്ക് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാത്തിലും വെച്ച ശേഷം ഇതൊരു പ്ലേറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഈ ഒരു കോല് അതിനകത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ബോളിൽ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചോക്ലേറ്റിൽ നന്നായിട്ട് മുക്കിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് വരുന്ന പോലെ നന്നായിട്ടങ്ങ് മുക്കിയെടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു ചോക്ലേറ്റൊക്കെ പോയി തീർന്ന ശേഷം നമുക്കിത് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്പ്രിങ്കിൾസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു ബോൾസ് നമുക്ക് പല കളറിൽ വേണമെങ്കിലും ഒക്കെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതുപോലെ ചെയ്ത ശേഷം നമ്മളൊരു ഗ്ലാസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം തന്നെ നമ്മുടെ ചോക്ലേറ്റ് സെറ്റാവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റിലും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിലുമാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഞാൻ എക്സ്ട്രാ ഉള്ളിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാതെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോപ്സ് ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെഡ് പോപ്സ് എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ്. അവർ പറയുകയാണെങ്കിൽ തന്നെ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൽ തന്നെ കളറൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.